ഹായ്. അപ്പോൾ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഓപ്ഷൻ രജിസ്ട്രേഷനെ പറ്റിയും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് കുട്ടികൾ കുറേ ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് ചോദിച്ച ഡൗട്ട് എന്ന് പറയുമ്പം ടോക്കൺ ഫീസ് നമ്മൾ അടച്ചാൽ കോളേജ് ജോയിൻ ചെയ്തില്ലെങ്കിൽ അത് തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ ടോക്കൺ ഫീസ് നമ്മൾ അടച്ചിട്ട് കോളേജിൽ ചേർന്നില്ലെങ്കിൽ ആ ഫീസ് നമുക്ക് അടച്ച ഫീസ് നമുക്ക് തിരിച്ച് കിട്ടും. പക്ഷേ ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് തിരിച്ചു കിട്ടുള്ളൂ. അതിന് അതിൻ്റേതായ സമയം എടുക്കും. അപ്പം കുറേ ലേറ്റ് ആവും അത് കിട്ടാനായിട്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യും, ഈ അടച്ച ഫീസ് നമ്മൾ കോളേജ് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അടച്ച ഫീസ് നമുക്ക് തിരിച്ച് കിട്ടും. ഇനി അഥവാ നമുക്ക് ഫസ്റ്റ് നമ്മൾ അലോട്ട്മെൻറ്റിൽ ടോക്കൺ ഫീസ് അടച്ചില്ലെങ്കിൽ പിന്നെയുള്ള അലോട്ട്മെൻറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുമോ എന്നുള്ളതാണ്. ചെയ്യത്തില്ല. പിന്നെയുള്ള നമ്മുടെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ക്യാൻസലായി പോവും. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ, തേർഡ് അലോട്ട്മെൻറ്റിൽ നമ്മളെ പരിഗണിക്കത്തില്ല. പകരം നിങ്ങൾക്ക് സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ നമ്മൾ ടോക്കൺ ഫീസ് അടച്ചില്ലെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കൊടുക്കാം. കാരണം അതെന്ന് പറയുന്നത് സെപ്പറേറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പം സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ സീറ്റ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. കാരണം കുട്ടികൾ ചേരാതെ പോയിട്ടുണ്ടെങ്കിലോ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിലോ മാത്രമേ ആ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ സീറ്റുകൾ കൂടുകയുള്ളൂ. അപ്പം ആ അലോട്ട്മെൻറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ കുട്ടിയോട് ചോദിച്ച വേറെ ഡൗട്ടെന്ന് വെച്ചാൽ പ്രൈവറ്റ് കോളേജിൽ എത്ര ഫീസ് വരുമെന്നാണ്. അപ്പോൾ ഓരോ കോളേജിലും ഫീസ് വേരി ചെയ്യും. കാരണം എന്ന് പറയുമ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റ്, അവിടുത്തെ ഫീസ് സ്ട്രക്ചറും അനുസരിച്ച് ഓരോ കോളേജിലും ഡിഫറെൻറ്റ് ഫീസ് സ്ട്രക്ചർ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കോളേജിൽ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിൽ ഡിഫറെൻറ്റ് ഫീസ് ആയിരിക്കും. അപ്പോൾ ഓരോ വർഷവും ഫീസ് വേരി ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് ഇയറിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫീസ് വരുന്നത്. അപ്പോൾ അന്നൊരു 1,1000 റുപ്പീസ് അങ്ങോട്ടായിരുന്നു ഫീസ്. പിന്നെ സെക്കൻഡ് ഇയർ വന്നപ്പം 88K പിന്നെ തേർഡ് ഇയർ വന്നപ്പോഴേക്ക് 86,500 പിന്നെ ഫോർത്ത് ഇയർ ഇപ്പോൾ 86 ആണ് വരുന്നത്. അപ്പോൾ ഫീസിനകത്ത് തന്നെ എന്താണ് ട്യൂഷൻ ഫീസ്. അപ്പോൾ ട്യൂഷൻ ഫീസ് ഒരു 63,500 എങ്ങാണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് തന്നെ ഏതൊക്കെ വരും, നമ്മുടെ യൂണിഫോം ഫീസ്, പിന്നെ പി ടി എ ഫണ്ട് ഒരു സെപ്പറേറ്റ് ഫീസാണ്. നമ്മുടെ കോളേജിൽ 1,500 ആണ് ഫീസ് വരുന്നത്. പിന്നെ ലൈബ്രറി ഫീസ്, ലാബ് ഫീസ്, അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ ഫീസ്, പിന്നെ യൂണിഫോം എടുക്കുന്നുണ്ടെങ്കിൽ യൂണിഫോം ഫീസ്, അതേപോലെ അങ്ങനെ പല ഫീസ് ഇൻക്ലൂഡ് ചെയ്തായിരിക്കും മൊത്തത്തിലുള്ള ഫീസ് വരുന്നത്. ചില കോളേജസിൽ എന്താണ് ടെക്സ്റ്റ് ബുക്സ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പം ആ ഫീസ് അതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ആവും. പക്ഷെ നമുക്ക് അല്ലാതെ സെപ്പറേറ്റ് ആയിരുന്നു വാങ്ങുന്നത്. അതുകൊണ്ട് ആ ഫീസ് അതിനകത്ത് വരുന്നില്ല. പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൾ പല കോളേജസ് ഫീസിന് വ്യത്യാസം വരും. കാരണം അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അനുസരിച്ച് ഫീസ് വേരി ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഓരോ കോളേജിൻ്റെ ഇന്ന ഫീസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഓരോ കോളേജസിനും, ഓരോ പ്രൈവറ്റ് കോളേജിനും ഡിഫറെൻറ്റ് ഫീസ് സ്ട്രക്ചർ ആയിരിക്കും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ കോളേജ് ഹോസ്റ്റലിൻ്റെ കാര്യമാണ്. ഇപ്പം ചില കോളേജിൽ ഹോസ്റ്റൽ മാൻഡേറ്ററി ആയിരിക്കും, ചിലത് വേണമെങ്കിൽ നിന്നാൽ മതിയായിരിക്കും. അപ്പോൾ എൻ്റെ കോളേജിൽ ഹോസ്റ്റൽ മാൻഡേറ്ററി അല്ലായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് ഹോസ്റ്റലിലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫീസിൽ ഹോസ്റ്റൽ ഫീസ് ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. അപ്പോൾ കോളേജ് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ ഫീസും കൂടെ കൂട്ടിയിട്ടായിരിക്കും ടോട്ടൽ ഫീസ് വരുന്നത്. പിന്നെ നമുക്ക് ഓരോ സെമ്മിലും യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്. അപ്പോൾ ഈ എക്സാം ഫീസ് എന്ന് പറയുമ്പോഴേക്ക് സെപ്പറേറ്റ് അടയ്ക്കണം. അപ്പോൾ എക്സാം വരുമ്പോഴേക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റും വരും. അപ്പോഴേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിരുന്നു എക്സാം ഫീസ് അടയ്ക്കുന്നത്. SC/ST കുട്ടികൾക്കാണെങ്കിൽ സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പോഴേക്ക് അവർക്കാണെങ്കിൽ ഈ സ്കോളർഷിപ്പ് വഴി കോളേജിൻ്റെ ഫീസ് അടച്ചു പോകും. അപ്പോഴേക്ക് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നില്ല, കോളേജിൽ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ എൻ്റെ കോളേജിൽ അങ്ങനെ സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോഴേക്ക് ഈ SC/ST കുട്ടികൾക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നില്ല, ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. അവർക്ക് ഡയറക്റ്റായിട്ട് ആ സ്കോളർഷിപ്പ് വഴി ഫീസ് അടഞ്ഞു പോകുന്നതാണ്. അപ്പം എക്സാം ഫീസ് ആയാലും അങ്ങനെ തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഫീസൊന്നും അടയ്ക്കേണ്ടി വരുന്നില്ല. പിന്നെ ഉള്ളൊരു ഡൗട്ടാണ് ഓൺ ഹോസ്പിറ്റലാണോ നല്ലത് എന്നുള്ളത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഓൺ ഹോസ്പിറ്റൽ ഉള്ള കോളേജസ് ആയിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടാനും സൗകര്യം അത് തന്നെ ആയിരിക്കും. ഇപ്പോൾ അഥവാ ഈ സിമെൻറ്റ് കോളേജസിലൊന്നും എന്ത് കാണത്തില്ല, ഓൺ ഹോസ്പിറ്റൽ കാണത്തില്ല. എന്നാൽ അവർ അടുത്തുള്ള
ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ക്ലിനിക്സ് കൊടുക്കാറുണ്ട്. പക്ഷെ അത് നല്ലതാണ്. എന്താണ് അവർക്കും അതേപോലെ തന്നെ എന്താണ് ഗവൺമെൻറ്റിലാകുമ്പോഴും നല്ല കണക്ക് എക്സ്പോഷർ കിട്ടും. എന്നാലും ഓൺ ഹോസ്പിറ്റലുള്ള കോളേജസ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറയുമ്പോഴേക്ക് നമുക്ക് അവിടെ എന്താണ് ക്ലിനിക്കൽ കാര്യങ്ങളെല്ലാം കിട്ടും. അതേപോലെ ആയിരിക്കില്ലല്ലോ വേറൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്ക്. അപ്പം ഓൺ ഹോസ്പിറ്റലുള്ള കോളേജസ് ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിച്ചെടുക്കാൻ ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ പ്രൈവറ്റ് കോളേജസും ഗവൺമെൻറ് കോളേജും തമ്മിൽ ക്ലിനിക്കിൻ്റെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസം കാണും. ഇപ്പോൾ പ്രൈവറ്റ് കോളേജസ് ആകുമ്പം അതിൻ്റേതായ ലിമിറ്റേഷൻസും ഉണ്ടായിരിക്കും. ഇപ്പം ഗവൺമെൻറ്റിലാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എല്ലാ പ്രൊസീജിയറും ഒക്കെ ചെയ്യാനായിട്ട് തരും. പക്ഷേ പ്രൈവറ്റിൽ അങ്ങനെയല്ല. കാരണം എന്താണ് ആൾക്കാർ പൈസ കൊടുത്ത് വന്ന് കിടക്കുന്നതാണ്. അപ്പം അവർ ചിലപ്പോഴൊന്നും സമ്മതിക്കത്തൊന്നുമില്ല എല്ലാം ഒന്നും ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റും പ്രൈവറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം എന്തായാലും ഗവൺമെൻറ്റിൽ കിട്ടുന്ന അത്ര എക്സ്പെൻസീവ് നമുക്ക് എന്ത് കിട്ടത്തില്ല, പ്രൈവറ്റിൽ കിട്ടത്തില്ല. അതിൻ്റെയുള്ള വ്യത്യാസവും കാണും. പ്രൈവറ്റ് കോളേജിൽ തന്നെ എന്ത് ചെയ്യുന്ന ക്ലിനിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു കോളേജിൽ കിട്ടുന്നത്ര ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വേറൊരു പ്രൈവറ്റ് കോളേജിൽ കിട്ടണമെന്നില്ല. കാരണം അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. കാരണം പ്രൈവറ്റ് ആകുമ്പോൾ എപ്പോഴും പേഷ്യൻസ് പൈസ കൊടുത്ത് വരുന്നതായിരിക്കും. അപ്പം അവർക്ക് എന്ത് ചെയ്യത്തില്ല, ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോഴേക്ക് ചില ഹോസ്പിറ്റലിലൊന്നും അതുകൊണ്ട് തന്നെ എല്ലാമൊന്നും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. അപ്പം ഓരോ ഹോസ്പിറ്റലും അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നിങ്ങളെ ചേരുന്ന മുമ്പേ ഓപ്ഷനൊക്കെ കൊടുക്കുന്ന മുമ്പേ അവിടുത്തെ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്കുക. ഇപ്പം ഞാൻ തന്നെ നമുക്ക് നമ്മുടെ ഓൺ ഹോസ്പിറ്റലിലും അതേപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലും ഇഞ്ചക്ഷൻ എടുക്കാൻ പഠിച്ചതും ക്യാനുല ഡയാനൊക്കെ പഠിച്ചത് കൂടുതലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോസ്റ്റിങ്ങിന് നിന്നപ്പോഴാണ്. അപ്പോൾ പ്രൈവറ്റും ഗവൺമെൻറ്റിലും തമ്മിൽ ആ ഒരു വ്യത്യാസം അതാണ്. ഗവൺമെൻറ്റിലായിരിക്കും എപ്പോഴും കുട്ടികൾക്ക് കുറച്ചും കൂടി പഠിക്കാനായിട്ട് നല്ലത് ഗവൺമെൻറ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുന്ന മുമ്പ് ആദ്യം നിങ്ങൾ അവിടെ എത്രത്തോളം ക്ലിനിക്കൽ എക്സ്പോഷർ ഉണ്ട് എന്ന് തിരക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ കുട്ടികൾ വന്ന് ചോദിച്ചിട്ടുണ്ട്, വേറെ കുട്ടികൾ എങ്ങനെയാണ് ചേച്ചി ഇവിടുത്തെ കോളേജിൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ക്ലിനിക്സിൻ്റെയും തിയറി ക്ലാസ്സിനൊക്കെയാണ്, അല്ലാതെ പ്രോഗ്രാം ഉണ്ടോ എന്നല്ല. അപ്പോൾ പ്രോഗ്രാമും ഒക്കെ വേണം, എന്നാൽ കൂടി ഏറ്റവും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ആ കോളേജിൻ്റെ ക്ലിനിക്കൽ എക്സ്പോഷറാണ്. കാരണം നമ്മൾ പഠിച്ചിറങ്ങിയാൽ നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് ആ ഒരു സ്കില്ലാണ് വേണ്ടത്. അപ്പം ആദ്യം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ സെലക്ട് ചെയ്യുന്ന കോളേജിൽ എങ്ങനെയാണ് ക്ലിനിക്കൽ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി വെച്ചേക്കണം. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.